അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വരണ്ടുണങ്ങിയ ഹൃദയങ്ങളിലേക്ക് നേർത്ത നനവിൻ്റെ ആശ്വാസമായി, പുതുമയുടെ തനിമയുടെ കുളിർത്തന്നലായി, ആത്മീയ ഹർഷത്തിൻ്റെ ആരവമായി പരിശുദ്ധമായ റമദാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധം ഓരോ മനുഷ്യനും റമദാനും തമ്മിൽ ഉണ്ടായിത്തീരുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ ധാർമ്മിക പരിസരങ്ങളിൽ നിന്ന് തെന്നിമാറുമ്പോഴെല്ലാം വിടാത്ത ഒരു ഉൾവിളിയോടുകൂടെ മനുഷ്യനെ നന്മയുടെ പരിസരങ്ങളിലേക്ക് പരിശുദ്ധമായ റമദാൻ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ റമദാൻ ഇത്രമേൽ നമ്മെ സ്വാധീനിക്കുന്നത്? വരൂ, നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. ആത്മാവിനെ തേടിയുള്ള ആത്മീയ യാത്രയാണ് പരിശുദ്ധ റമദാൻ. അവയവങ്ങളുടെ സംസ്കരണവും റൂഹിൻ്റെ ആത്മീയ വിശുദ്ധിയുമാണ് ആ യാത്രയിലെ പാഥേയം. മനുഷ്യന് അവസരങ്ങളുടെ പറുദീസ പണിയുന്ന അമൂല്യമായ സമയങ്ങളാണ് റമദാൻ. നീണ്ട 11 മാസക്കാലങ്ങൾ എങ്ങനെയായിരുന്നു എന്നല്ല, മറിച്ച് ജീവിത വ്യവഹാരങ്ങളെ നൽകിയ അള്ളാഹുവിൻ്റെ പരീക്ഷണ കാലയളവിനെ അതിജയിക്കാനുള്ള സമയങ്ങളാണ് റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും. അലക്ഷ്യമായ ജീവിതവും അനിയന്ത്രിതമായ വികാര വിചാരങ്ങളും ഒരു മനുഷ്യനെ കീഴടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മനുഷ്യനെ ആത്മീയ വിശുദ്ധിയിലേക്ക്, കൂടുതൽ അടുത്തേക്ക്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, ഉള്ളറകളിലേക്ക് പരിശുദ്ധമായ റമദാൻ വിടാതെ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാനിൻ്റെ കടന്നുവരവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയതാളമാവുകയാണ്. പിന്നീടങ്ങോട്ട് സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും മനുഷ്യത്വവും അങ്ങനെ ഒരുപാട് പുതിയ പ്രതീക്ഷകളുടെ പൊൻകിരണങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ തളിരിടുകയാണ്. എത്രയൊക്കെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചാലും പരിശുദ്ധമായ റമദാനിൻ്റെ ആഗമനം ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും അത്രമേൽ സ്വാധീനിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൻ്റെ സന്ദേശ പ്രഖ്യാപനമാണല്ലോ. എത്ര മനോഹരമായ പ്രഖ്യാപനമാണ്! ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഹൃദയവിശുദ്ധി കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, ഹൃദയത്തെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വിജയപരാജയമാണ് പരിശുദ്ധമായ റമദാനിൻ്റെ കാമ്പും കാതലും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വിജയങ്ങളുടെ, പരാജയങ്ങളുടെ, മുന്നേറ്റങ്ങളുടെ, ഉയർച്ച താഴ്ചകളുടെ സർവഗന്ധിയായി ഒരിക്കലും ഒഴിവാകാനാവാതെ നിലകൊള്ളുകയാണ്. റമദാനിൻ്റെ കാലപരിസരങ്ങളിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ആകെ ശത്രുവായ പിശാചിൻ്റെ സ്വാധീന വലയങ്ങൾക്ക് അള്ളാഹു കൂച്ചുവിലങ്ങിടുകയാണ്. പിന്നീട് അവൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ, യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നേറുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവൻ്റെ മുമ്പിലുള്ളത്. ആ കടമ്പ കൂടി കടന്നാൽ നിതാന്തമായ വിജയത്തിൻ്റെ അവകാശികളായി ഈ പരിശുദ്ധമായ റമദാൻ അവനെ മാറ്റിയെടുക്കുകയാണ്. വിശ്വാസിയുടെ ആഗ്രഹപൂർത്തീകരണങ്ങളുടെ അവസാനമായ സ്വർഗപ്രവേശനത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു സദാസമയം തുറന്നിട്ട് കൊടുത്തും നരകത്തിൻ്റെ വാതിലുകൾ അള്ളാഹു സദാസമയവും അടച്ചിട്ടുകൊണ്ടും അടിമ ഉടമ ബന്ധങ്ങളിലെ സ്നേഹവായ്പകളുടെ അനുഭവങ്ങൾ നിരന്തരമായി ഒരു വിശ്വാസിക്ക് ഈ പരിശുദ്ധമായ റമദാനിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നു. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് റമദാനിൻ്റെ ഗുണകാംക്ഷികളാവാം. സാഹചര്യങ്ങളുടെ മാറിമറിയലുകളിൽ ഭൗതിക ലോകത്ത് നമുക്കനുഗുണമാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കാറില്ലേ? അത്തരമൊരു സാഹചര്യം, ഹൃദയവിശുദ്ധിയുടെ സാഹചര്യം അള്ളാഹു നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഹൃദയവും അറിയാതെ അതിന് കുതിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ, ജീവിതത്തിൻ്റെ വിജയങ്ങളുടെ ഗതി നിർണയിക്കുന്ന ഈ പരിശുദ്ധമായ അവസരങ്ങൾ കനിഞ്ഞേകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.